സാറേ ചായ. സാറേ മൊത്തം 3 ചായ, 4 സിഗരറ്റിന്റെ പൈസ തരാണ്. ആ തരാം, പൊക്കോ നീ. നമസ്തേ സാർ. ഒരു കംപ്ലൈൻറ്റ് തരാൻ വന്നതാ. കംപ്ലൈൻറ്റോ? ആ, എന്താ ഈ കംപ്ലൈൻ്റൊക്കെ ലവ് ലെറ്റർ പോലെ പോക്കറ്റിൽ എടുത്ത് തരുന്നത്? എന്താ കംപ്ലൈൻറ്റ് പറ. അതായത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്ന കോള് വരുന്നു. ഓഹോ, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ സാറാരാണാവോ? ഞാൻ ഒരുപാട് എഴുതുന്നയാളാ. ആഹാ, ഞങ്ങൾ ഒരുപാട് എഴുതാറുണ്ട്. കഴുതയാണോ ആമയാണോ മുയലാണോ? അതല്ല സാർ, ഞാനൊരു കഥ എഴുത്തുകാരനാണ്. ഓഹോ, ഇങ്ങനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാർ ആരെ കുറിച്ചാണാവോ കഥ എഴുതിയത്? അങ്ങനെയൊന്നും എഴുതാറില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നത് എഴുതാറുണ്ട്. എൻ്റെ സങ്കല്പ കഥാപാത്രങ്ങൾ എന്നെ ചുമ്മാ ഭീഷണിപ്പെടുത്താറുണ്ട് സാർ. എടോ, സാങ്കല്പിക കഥാപാത്രങ്ങളോ? അതെ സാർ. അണ്ണാനഗറിൽ ഇരട്ട കൊലപാതകം നടന്ന പോലൊരു കഥ എഴുതി ഞാൻ. അതിൽ കുടുങ്ങിയവൻ ഞാൻ എഴുതിയ കഥാരൂപം കണ്ടാണ് അവനെ പിടിച്ചതെന്ന് പറഞ്ഞാണ് അവൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. നല്ല കാര്യം, അവന് ജാമ്യം കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ എഴുതിയ കഥ വെച്ചിട്ടാണ് പോലീസ് കേസ് കണ്ടുപിടിച്ചത് അല്ലേ? അതെ അതെ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത് അല്ലേ? ഇല്ല. അത് ശരി. അതെ ഗോപാലകൃഷ്ണൻ ചേട്ടാ, കേട്ടോണ്ടിരിക്കുകയാണ് ഏഴുമലേ. അതുപോലെ 3-4 കേസ് ഇവിടെ ഉണ്ട്, ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? കണ്ടറിഞ്ഞൂടെ അടിച്ച് ബോധമില്ലാണ്ടിരിക്കുകയാണെന്ന്? സാർ, ഞാൻ പറയുന്ന കേക്ക് സാർ. എന്താ, കുടിച്ചവർക്ക് കംപ്ലൈൻറ്റ് തരാൻ പറ്റില്ലേ? സാർ അവിടെ പോയി സാധനം മേടിച്ചെന്ന് വരുത്തിക്കോ? അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. ഞങ്ങൾ അവിടെ കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. താൻ മദ്യപിച്ച് വന്നിട്ട് ആളെ കളിയാക്കുക. സാർ, ഞാനിത് സത്യമായിട്ട് പറയും. സാർ അതൊന്ന് വായിച്ചു നോക്ക്. കംപ്ലൈന്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസിൽ പിടിച്ച് അകത്താക്കും. എനിക്ക് നിയമങ്ങളൊക്കെ അറിയാം സാറേ. ഞാനെന്താ വെറും പൊട്ടനാണോ? കംപ്ലൈൻറ്റ് തരാൻ വന്നവൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കംപ്ലൈൻറ്റ് വാങ്ങാത്തത്? സാർ, കംപ്ലൈൻറ്റ് എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പരിപാടിയിൽ ഇവിടുന്ന് എണീക്കത്തുമില്ല. എന്ത് ചെയ്യാൻ, ഇത് വലിയ തലവേദനയായല്ലോ. താൻ കംപ്ലൈന്റ് തന്നതല്ലേ, എടുത്തിട്ടുണ്ട്. ഇനി പോവാൻ നോക്ക്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ കൂടെ പോലീസുകാരെ വിടുമോ സാറേ? സാറേ എഴുത്തുകാരാ, ഇപ്പോഴല്ലേ പരാതി തന്നേ. ഞാൻ മേലധികാരിയോട് സംസാരിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ DGP തന്നെ അങ്ങോട്ട് അയച്ചേക്കാം. ഇപ്പൊ സാറ് പോവാൻ നോക്ക്. മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ പോയി കാവൽ നിൽക്കും, എനിക്ക് മാത്രം കാവലില്ല. വരട്ടെ സാർ.
വേഗം വാടാ. ഒന്ന് പെട്ടെന്ന് വാടാ. എന്താ വണ്ടിയുടെ താക്കോലും കാണുന്നില്ല, അവളെയും കാണുന്നില്ലല്ലോ. അറിയില്ലടാ, പണ്ടരാവുന്ന ഓഫി. താക്കൂര് മാത്രം എന്തിനാണ് എടുത്തോണ്ട് വന്നേ? അതുകൂടെ വെച്ചോട് വരാൻ വളയുന്നോ? അപ്പൊ കാറിൽ സേഫ് ആയിട്ട് ഇരുന്നേനെ. എടാ നീ ഫോൺ ചെയ്. എടാ അവളെ വിളിച്ചോണ്ടിരിക്കുന്നേ. ആ ഭാഗത്ത് നിലടിക്കുന്നേ. നോക്കാം നോക്കാം. വേഗം വാടാ. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. The number you are trying to call is currently not reachable. നോക്കി നിൽക്കാതെ തീർക്കടാ.